സഗമ പഗമ പനി മപനി സ സ സ സ നിനി സ സ സ നിനി സ ഗ ഗ സ നിനി സ ഗ ഗ സ നിനി സ ഗ ഗ സ ഗ ഗ സ ഗ ഗ സ ഗ ഗ സ നി സ നി പ മ പ ഗ സഗമ പഗമ നി പ ഗ. ചെക്ക് 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 ചെക്ക്. എങ്ങനെ ഇങ്ങനെ പാടാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ എന്താ പറയാ? പൊക്കി പൊക്കി. എപ്പോഴും എനിക്കൊരു നാഷണൽ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണം എന്ന് ആദ്യം തോന്നിയത് കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഇരിക്കാൻ നേരത്താണ് മ്യൂസിക് തലേ കയറുന്നത്. ഇതാണ് എന്റെ സാധനം. ആക്ച്വലി അവർ ഷോക്കായിട്ടും നിൽക്കുന്ന ഷോക്കാണ് അല്ലേ? ഭയങ്കര കൂളായിട്ടാണല്ലോ അവരൊക്കെ ഡീൽ ചെയ്തത്. എന്നാൽ ഇവിടെ അവർ വന്നു, അവര് എന്റെ സിംഗിങ് കാണാൻ വേണ്ടി ഇരിക്കുന്നതെന്നുള്ളൊരു സംഭവമായിരുന്നു. കേരളത്തിൽ നിന്ന് ഒരുപാട് അപ്രിസിയേഷൻസ് വാങ്ങി തന്ന ഒരു പാട്ടായിരുന്നു. കാരണം ആ സമയത്ത് നസ്രിയൊക്കെ മെസ്സേജ് അയച്ചിരുന്നു, അനുപമ ഒക്കെ മെസ്സേജ് അയച്ചിരുന്നു. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിട്ടൊന്നും കിട്ടൂല. പക്ഷെ അമൃതയ്ക്ക് അങ്ങനെ ആർക്കും പിടികിട്ടൊന്നുമില്ല. ഈ പാട്ടിലൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്. അത് പിന്നീട് ഇപ്പൊ കേൾക്കുമ്പോഴാണ് ഇപ്പൊ ചാറ്റ് ജി പി ടി എടുത്ത് ചോദിച്ചിട്ടാണെങ്കിലും ഫുൾ ആ ലിറിക്സിന്റെ മീനിങ് പഠിക്കും. അപ്പൊ ആ ലിറിക്സിലേക്ക് ഇൻവോൾവ് ചെയ്തിട്ട് പാടാൻ വേണ്ടി ശ്രമിക്കും. ഇന്ത്യൻ ഐഡൽ ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കേൾക്കുന്നുണ്ടോ? അവരുടെ അമൃതയ്ക്ക് എന്താ പറയാനുള്ളത്? ഇന്ത്യൻ ഐഡൽ ആവാൻ വേണ്ടിയിട്ട് അവിടെ പോകരുത്. നമ്മളെ തന്നെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ തന്നെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫേസ് ഓഫ് യുവർ ലൈഫ് ആയിരിക്കും അത്. ആരുടെ വോയിസ് ആയിട്ടാണ് അമൃതയുടെ വോയിസിന് സിമിലാരിറ്റി കൂടുതലുള്ളത്? അമൃതയ്ക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ള കമന്റ്സ് ഏതാ? ശ്രേയ ഘോഷാൽ, ചിത്ര മാം. പക്ഷെ ദാറ്റ്സ് നോട്ട് എ കോംപ്ലിമെന്റ് അറ്റ് ഓൾ. മാറ്റാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നു. എത്ര മാറ്റി? അടുത്ത പാട്ടിൽ പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ എന്നീ ഹാര. Star Jam presented by Kalyan Jewellers. Kalyan Jewellers Anokhi Uncut Collections. Anokhi Collections le pastel stone jewelry series will go well with designer work. ഷുവർ ആയിട്ടും നിങ്ങളാകും പാർട്ടിയിലെ സ്റ്റാർ. എനിക്കൊരു സൗണ്ട് ചെക്ക് തരുമോ അമൃത? സൂപ്പർ. ഇന്ത്യൻ ഐഡലിൽ പോയിട്ട് ഇങ്ങനെ ഒരു സൗണ്ട് ചെക്കാണ് കൊടുത്തത് അല്ലേ? സോ അമൃത രാജൻ, വെൽക്കം ടു സ്റ്റാർ ജാം. കല്യാൺ ജുവലേഴ്സ് പ്രസന്റ് സ്റ്റാർ ജാം ആണ്. ഇതൊരു മ്യൂസിക്കൽ സ്റ്റാർ ജാം ആണെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഓക്കെ. അപ്പം എന്തൊക്കെയുണ്ട്, എന്താണ് ഇപ്പൊ ലൈഫിൽ നടക്കുന്നത്? ലൈഫ് അടിപൊളി. അടുത്ത മാസം ഹൈദരാബാദില് ടിക്കറ്റഡ് ലൈവ് ഷോ വരികയാണ്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലാണ്. ഫസ്റ്റ് ലൈവ് ഷോ ആണ് ഇന്ത്യൻ ഐഡലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉള്ള ഫസ്റ്റ് പബ്ലിക് ഷോ. സൂപ്പർ. അപ്പം ഫുൾ അവിടുത്തെ ആൾക്കാരായിരിക്കോ? കേരളത്തിൽ നിന്ന് ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യൻ ഐഡലിന് ശേഷം ആസ് എ സിംഗർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ മാറ്റം വന്നതാണ്? അമൃതയുടെ മ്യൂസിക്കിൽ എന്തൊക്കെ മാറി? കുറെ കൂടി ഹിന്ദി സോങ്സിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി മാറി. അതായത് ഹിന്ദി ലിറിക്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. പാട്ട് കേൾക്കുമ്പോ ഹിന്ദിയുടെ ലിറിക്സ് കൂടെ കേട്ട് അതിനാസ്വദിക്കാൻ തുടങ്ങി. ഹിന്ദി പാട്ടുകാരിയായി മാറി എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയണ്ട. മലയാളവും ഞാൻ പാടും. അതെ 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 അതെ. അല്ലെങ്കിൽ തന്നെ അങ്ങനെ പേര് വന്നു പരാതിയാണ് ലൈക്ക് സോഷ്യൽ മീഡിയയില്. ഇപ്പൊ ഹിന്ദിയില് ആണ് കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ സംസാരിക്കുന്ന കൂടുതൽ ഓഡിയൻസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഹിന്ദി സംസാരിക്കുമ്പോ മലയാളികൾ പറയും മലയാളം മറന്നോ, മലയാളത്തിൽ സംസാരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ ഇൻട്രോ എങ്ങനെയായിരുന്നു? നമസ്കാരം, മേ ഹൂ അമൃത രാജൻ. സൂപ്പർ. ആസ് എ സിംഗർ എന്തൊക്കെ മാറ്റം വന്നു? കാര്യമായി കുറച്ചുകൂടി കോൺഫിഡൻസ് വന്നു. പ്രിപ്പയർ ചെയ്യുന്ന രീതി, ഓഫ് കോഴ്സ് ആ ഒരു പീരീഡിൽ നമ്മൾ ഒരു ടൈം റെസ്ട്രിക്ഷനിൽ പാട്ടുകൾ പ്രിപ്പയർ ചെയ്യാണല്ലോ. അപ്പോൾ ഓഫ് കോഴ്സ് ആ ഒരു കോൺഫിഡൻസ് വന്നു. ലൈക്ക് ഓക്കെ 1 വീക്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം പാട്ട് മാത്രമല്ല, അതിന്റെ ഇടയിൽ വേറെ ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, വി ആർ കേപ്പബിൾ ഓഫ് ദിസ് എന്നുള്ളൊരു സാധനം അവിടെ നിന്ന് കിട്ടി. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. സിംഗിങ് ഓപ്പർച്യൂണിറ്റീസ്, സ്റ്റേജ് ഷോസ്, മ്യൂസിക് ഡയറക്ടേഴ്സ് വിളിക്കുന്നു. അങ്ങനെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ലൈഫില്? ഷോസ് വരുന്നുണ്ട്. ഷോസ് അടുത്ത വർഷത്തേക്ക് പോലും ലോക്ക് ആയിട്ടുണ്ട്. അത്രയും ഷെഡ്യൂൾ ആയി കഴിഞ്ഞു. പിന്നെ ഇൻഡി പ്രോജക്ട്സ് ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഇറക്കാൻ വേണ്ടി ഇരുന്ന സാധനങ്ങളൊക്കെ എടുക്കാൻ ലേബൽസ് വന്നിട്ടുണ്ട്. സോ അതിന്റെ വീഡിയോ പ്രൊഡക്ഷൻ പരിപാടികൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് സോങ്സ്. അപ്പൊ അങ്ങനെ ഒരു പാട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു അമൃത. ഒരു മലയാളം ഓൾറെഡി ഞാൻ ഇറക്കിയിരുന്നു. അതിന്റെ ഹിന്ദി വേർഷൻ ഇപ്പോൾ ഇറക്കി. അതൊരു റിക്വസ്റ്റ് പ്രകാരം അങ്ങനെ ഹിന്ദി വേർഷൻ ഇറക്കിയതാണ്. അതല്ലാതെ തന്നെ മലയാളം പ്രോജക്ട്സ് അപ്പൂപ്പന്താടി, പോണോര് പോട്ടെ എന്നൊക്കെ പറഞ്ഞ ട്രാക്സുകൾ ഇങ്ങനെ ഇറങ്ങാതിരിക്കുകയാണ്. പിന്നെ നാം നില അങ്ങനെ. അടിപൊളി. ഹിന്ദി ഓഡിയൻസ് റിക്വസ്റ്റ് ചെയ്താണോ? ഹിന്ദി ഓഡിയൻസ് റിക്വസ്റ്റ് ചെയ്താണ്. ഞാൻ ഒരു അവിടെ ഇന്റർനെറ്റിൽ നിൽക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഈ മലയാളം
പാട്ട് പാടിയിട്ടൊരു റീൽ ഇട്ടിരുന്നു. അപ്പൊ അതൊരു ലൈക്ക് ഒരു 7 million ക്രോസ് ചെയ്തിട്ട് അതിന്റെ താഴെയൊക്കെ കുറെ കമന്റ്സ് വന്നിരുന്നു ഹിന്ദിയിൽ ഇറക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഹിന്ദിയിൽ ഇറക്കി. സമന്ദർ കി ഗഹരായി കോ समंदर की गहराई को छू के अंबर तक मैं जा उड़ूं, एक चिड़िया सी मौज में मैं रहूं, दुनिया अपने रंगों में रंगूं, സൂപ്പർ. അവർ തന്നെയാണ് എഴുതിയ ഈ പാട്ട്? ഹിന്ദി എഴുതിയത് ഒരു ഫ്രണ്ടാണ്, മലയാളം എഴുതിയത് ഞാനാണ്. മ്യൂസിക് പഠിക്കുന്ന ഒരാള് ഇന്ത്യൻ ഐഡൽ ആയി മാറണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത് അവരില്? എല്ലാ ജോൺറാസും കേൾക്കണം അറ്റ്ലീസ്റ്റ്. എന്ത് കിട്ടിയാലും ചെയ്യാന്നുള്ളൊരു റെഡിനെസ്, എന്തും പുതിയ സാധനങ്ങൾ എന്ത് ചലഞ്ച് വന്നാലും ഏറ്റെടുക്കാന്നുള്ളൊരു മൈൻഡ് സെറ്റ്, പെട്ടെന്ന് പാട്ടുകൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് എന്ന് പറയുമ്പോൾ ഒരു പാട്ട് ഇപ്പം നമ്മൾ ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്ന പാട്ട് ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ പോലും ആ പാട്ടിനെ നൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുകൾ, അതിന്റെ ലിറിക്സ് പെട്ടെന്ന് പഠിക്കാൻ പറ്റിയ പരിപാടികൾ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് എങ്ങനെ പാടാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ എന്താ പറയാ, കുറച്ച് പൊക്കി പൊക്കി എങ്ങനെ പാടാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പ്രാക്ടീസ്. ചെറിയ പ്രായം മുതലേ പാടി പാടി തൊണ്ടേനെ മസിൽ മെമ്മറിയുടെ പാർട്ടാക്കി കുറേ സാധനങ്ങൾ. അപ്പം അതുകൊണ്ട് പല രീതിയിൽ ട്രെയിൻ ചെയ്യണം. അതായത് പാട്ട് ടെക്നിക്കാലിറ്റി എന്നുള്ളത് മാത്രമല്ല, ആസ് എ പെർഫോമർ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എങ്ങനെ ചെയ്യണം എല്ലാം. പാട്ട് പഠിപ്പിച്ചത്? എന്നെ പാട്ട് പഠിപ്പിച്ചത് എൻ്റെ ടീച്ചറിന്റെ പേര് രാജലക്ഷ്മി അശോകൻ. പെരുമ്പാവൂർ. കർണാട്ടിക് മ്യൂസിക് ആണ് സ്റ്റാർട്ട് ചെയ്തത്, ടീച്ചറാണ്. പിന്നെ അതിനുശേഷം ഓരോ ലൈഫിന്റെ ഓരോ സ്റ്റേജിലും പുതിയ പുതിയ ജോൺറാസ് എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങി, എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. കാണുന്ന എല്ലാ മ്യൂസീഷ്യൻസിൽ നിന്നും കേൾക്കുന്ന മ്യൂസീഷ്യൻസിൽ നിന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എപ്പോഴും എനിക്കൊരു നാഷണൽ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണം എന്ന് ആദ്യം തോന്നിയത് കോളേജിൽ പഠിക്കുമ്പോൾ, കോഴിക്കോട് പഠിക്കുമ്പോൾ. ലൈക്ക് ഞാൻ അതുവരെ വേറെ റിയാലിറ്റി ഷോസിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഇരിക്കാൻ നേരത്താണ് മ്യൂസിക് തലേ കയറുന്നത്. മ്യൂസിക് ചെയ്യണം, മ്യൂസിക് ഇതാണ് എൻ്റെ സാധനം എന്നുള്ളൊരു സാധനം വരുമല്ലോ. നമ്മൾ ആ ഒരു പീരിയഡിലായിരുന്നു എന്നെയും ഞാൻ തിരിച്ചറിഞ്ഞു വന്ന ഒരു ടൈം. അപ്പോൾ ആ സമയത്ത് നമുക്കിങ്ങനെ ഒരു ഓക്കെ ലൈക്ക് ഇതാണ് ചെയ്യേണ്ടത്. സോ അങ്ങനെ ഇരിക്കാൻ നേരത്താണ് ആലോചിച്ചു, അയ്യോ നമുക്ക് ആക്ച്വലി ഓഡിയൻസ് വേണം, നമ്മളെ കേൾക്കാൻ ആൾക്കാർ വേണം, അതുവഴി നമുക്ക് നല്ല നല്ല മ്യൂസീഷ്യൻസിനെ മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവത്തിൽ നിന്ന് ഇരിക്കാൻ നേരത്ത് എനിക്ക് ഒരു റിയാലിറ്റി ഷോന്ന് ഇങ്ങനെ ഒരു കോള് വന്നു, ലൈക്ക് ഓക്കെ ഒരു ഷോ തുടങ്ങാൻ പോവാണ്, ഓഡീഷന് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വരാൻ പറഞ്ഞിട്ട്. നമുക്ക് ഇങ്ങോട്ട് വരുമോ? അപ്പം ഓൾറെഡി പാട്ട് പാടി ഇടുന്നുണ്ടായിരുന്നു? ലൈക്ക് ഞാൻ പാടി ഇടുമായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ 1-2 പാട്ട് പാടി. ഐ മീൻ സ്മ്യൂളില് ഉണ്ടായിരുന്നു ഞാൻ. സ്മ്യൂളില് വരും, അങ്ങനെ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്യും, ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യും. 1-2 പാട്ടൊക്കെ വൈറലായിരുന്നു ആ സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെ പ്രൊഡ്യൂസർ കണ്ടിട്ട് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തു. പ്രൊഡ്യൂസർ അല്ല, ടാലന്റ് ടീംസ് ഉണ്ടാവുമല്ലോ എല്ലാ റിയാലിറ്റി ഷോസിലും. എല്ലാ റിയാലിറ്റി ഷോസും ഇപ്പൊ നടക്കുന്ന എല്ലാ ഷോ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ അറിയിപ്പ് കിട്ടും, ഓക്കെ ഇവിടെ ഓഡിഷൻ നടക്കുന്നത്, പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി പങ്കെടുക്കാം. അങ്ങനെ സോ അങ്ങനെ എനിക്ക് ഒരു ഇത് കിട്ടിയിരുന്നു. അത് കളേഴ്സിലെ ഇന്ത്യാസ് ഫസ്റ്റ് ലൈവ് സിംഗിങ് റിയാലിറ്റി ഷോ ആയിരുന്നത്. ഒരു ഫസ്റ്റ് ഒരു ഓക്കെ ഒരു എക്സ്പോഷർ കിട്ടും, മുംബൈ പോവാം, ഹിന്ദി പഠിക്കാം, ഐ മീൻ കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യാം. അതൊരു ലേണിംഗ് പീരീഡ് ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഓളത്തിന് ഒരു കിക്ക് കിട്ടിയൊക്കെ പോയതാ. അതിലേക്ക് ഓഡിഷന് പോയതാണ്. അന്ന് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അന്ന് വീട്ടിൽ പറഞ്ഞു, വീട്ടില് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. സമ്മതം ഇല്ലാണ്ടാണ് ഞാൻ ആദ്യം ട്രെയിൻ കയറുന്നത്. കളേഴ്സ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയായിരുന്നു? പഠിത്തം തുടർന്നോ? കളേഴ്സ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബാൻഡ് സെറ്റായിട്ട് കുറച്ച് ഷോസുകളൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും കൊറോണ വന്നു. സ്റ്റക്കായി മ്യൂസിക്. ലേണിംഗ് ഫേസ് ആയിരുന്നു. പിന്നെ ഇന്ത്യൻ ഐഡൽ നമ്മൾ അന്വേഷിച്ചിരിക്കുകയായിരുന്നോ അതോ ടാലന്റ് ടീം അതുപോലെ ഇങ്ങോട്ട്? ഇന്ത്യൻ ഐഡൽ അതുപോലെ ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു ഫേസ് ഓഫ് മൈ ലൈഫിൽ ഇങ്ങനെ ഒരു കോള് വന്നു, ലൈക്ക് ഇന്ത്യൻ ഐഡൽ ഓഡിഷൻ നടക്കുന്നുണ്ട്, പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഓഡിഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വീഡിയോ അയച്ചു കൊടുത്തു. സോ അത് പ്രൈമറി ഇതിൽ കിട്ടി. ദെൻ മുംബൈയിൽ വരാൻ പറഞ്ഞു. ഒരു ഓഗസ്റ്റ് 1 2025 ആയിരുന്നു. ഫസ്റ്റ് ഓഡീഷന് പോണു, സെക്കൻഡ് ഓഡീഷന് പോണു, തേർഡ് ഓഡീഷന് പോണു. എന്നിട്ട് പിന്നെ നമ്മൾ ടി വിയിൽ കാണുന്ന ആ ഒരു ഓഡീഷനിലെത്തുന്നു. ഈ നമ്മൾ കാണുന്ന ഒരു ഓഡീഷൻ ഉണ്ടല്ലോ, അതാണ് വൈറലായ ഓഡീഷൻ അല്ലേ? അതിന് മുന്നേ ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡിലൊക്കെ എന്താ നടക്കണേ? ഫസ്റ്റ് ഓഡീഷൻ ഓഗസ്റ്റ് 1 നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോകുന്നു. ഞാൻ ആ പോകുന്ന ദിവസം തന്നെ അവിടെ വേറൊരു സ്ഥലത്തേക്കൂടെ വേറെ പലതരത്തിലുള്ള ക്യൂസ് ഉണ്ട്. ഞാൻ വീഡിയോ ഓഡീഷൻ വഴി സെലക്ട് ചെയ്ത് ആ ലെവൽ 1
ിലുള്ള ആള് അവിടെ തന്നെ കുറച്ച് ഒരു 5-6 മലയാളീസ് ഞാൻ കണ്ടിരുന്നു. ഓ എന്നെ കേട്ടുന്നത് ഒരു 5 പേരുടെ ഒരു ബാച്ചായിട്ടായിരുന്നു കേട്ടുന്നത്. ആ റൂമിന്റെ ഉള്ളിൽ ഒരു പാനൽ ഇരിക്കുന്നുണ്ട്, ലൈക്ക് മ്യൂസിക് ടീം ഉണ്ട്, വേറെ റിയാലിറ്റി ഷോന്റെ തന്നെ ഭാഗമായിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ പോണു. അപ്പം ഞാനായിരുന്നു ഫസ്റ്റ് നിന്നത്. അപ്പം ഞാനിങ്ങനെ വന്ന് നിന്നു. ഓക്കെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പാടി തുടങ്ങി. പാടി തുടങ്ങി സ്റ്റോപ്പ് ടെൽ യുവർ നെയിം ഫസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മേ ഹൂ അമൃത രാജൻ, മേ കേരള സേ ഹൂ എന്ന് പറഞ്ഞിട്ട് പാടി തുടങ്ങി. ഒരു പാട്ട് പാടി കുറച്ച് പാടി തുടങ്ങിയപ്പോഴേക്കും സ്റ്റോപ്പ്, അടുത്ത ആള് എന്നിട്ട് പറഞ്ഞു 4 പേര് പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പേപ്പർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഫില്ല് ചെയ്തിട്ട് നമുക്ക് അറിയാവുന്ന ജോൺറാസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിലുള്ള ഇനി ഇന്നത് ക്ലാസിക്കൽ പാട്, ഇത് പാട് ഓരോന്നും ഇങ്ങനെ പാടിച്ചു. ഭയങ്കര കൂളായിട്ടാണല്ലോ അവരൊക്കെ ഡീൽ ചെയ്തത്. ആ ധൈര്യം വന്നത് നമ്മൾ ചിന്തിക്കുന്ന രീതി മാറ്റി. ഞാൻ ആലോചിക്കുന്നത് എന്നാലും ഇവിടം വരെ വന്നു. അവര് എന്റെ സിംഗിങ് കാണാൻ വേണ്ടി ഇരിക്കുന്നതാന്നുള്ളൊരു സംഭവമായിരുന്നു. പിന്നെ ഞാനിങ്ങനെ എനിക്ക് പവർ ആക്കാൻ വേണ്ടിയിട്ട് ചില പാട്ടുകളൊക്കെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഞാൻ വിടും. അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ മസക്കലി പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മസക്കലി അതിന്റെയാണ് ആ ഒരു വൈബ് വന്നത്. അതാണ് ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇവള് ഹേറാമ പാടാൻ നിന്നിട്ട് പിന്നെ റോക്ക് മ്യൂസിക് പാടുന്ന പോലെ കിടന്ന് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അതൊക്കെ ആക്കി അങ്ങനെ പാടി. അങ്ങനെ ചില്ല് ആക്കിയതാണ്, നമ്മളെ തന്നെ നമ്മൾ ചില്ലാക്കിയതാണ്. ഇന്ത്യൻ ഐഡലിലെ ചില മൊമെന്റ്സ് നമ്മൾ റീലിവ് ചെയ്യാൻ പോവാണ്. ആ രംഗം ഞാൻ കാണിക്കും. അപ്പൊ ആ പോർഷൻ ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരണം. ബാദ്ഷല്ലേ അത്? ബാദ്ഷയുടെ ആ റിയാക്ഷൻ വന്ന മൊമെന്റ് ഇത് പാടിത്തരാൻ പറ്റുമോ? വാ സൂപ്പർ. ഇത് അഭിജിത്ത്, സിംഗർ അഭിജിത്ത് അമൃതയോട് പറയുന്ന मोमेंट है खड़े होके यूं करके जो गाना है ना, एक बड़ा स्टार है जो खड़े होकर से अपनी आवाज सुना रहे लोगों को, और आवाज में लोग विजुअल देख रहे हैं ऑडियो में. ഇനി ഒരു ലൈൻ പാടി തരുമെന്നാണ് വിളിച്ചേക്ക്. ഏക് ലൈൻ കാണാം. അത് മനസ്സിലായില്ല എനിക്ക്. പുള്ളിയോടെ പാടാനാണ് ഞാൻ പ്ലീസ് ആർന്ന് പറയുന്നത്. പിറ്റാണ് പല സാധനങ്ങളും എനിക്ക് മനസ്സിലാവുന്നില്ല. ഓഡീഷന്റെ ഒക്കെ ഇതെന്താ പ്രൈസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഓക്കെ അപ്പൊ തലയാട്ട ആദ്യമൊക്കെ കുറച്ച്. പിന്നെ രണ്ടാമതൊക്കെ ഇരുന്ന് ടെലികാസ്റ്റ് ചെയ്ത് കാണുമ്പോഴാണ് ഇതായിരുന്നല്ലേ പറഞ്ഞ ശേഷം അവളെ ഇങ്ങനെ പറയായിരുന്നു. അഭിജിത്ത് സാറിന് ഇത് പാടിക്കൊടുത്ത് ഓർക്കുന്നുണ്ടോ? പാടിത്തരാം ഞങ്ങൾക്ക്. രാത് കാ നശാ അഭി आँख से गया नहीं, रात का नशा अभी आँख से गया नहीं, तेरा नशीला बदन बाहों ने छोड़ा नहीं, आँखें तो खोली मगर सपना वो तोड़ा नहीं, हाँ वही सांसों पे रखा हुआ तेरे होठों पे सपना अभी है वही. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പുള്ളി എന്താ പറഞ്ഞു? കൊറേ പറഞ്ഞു. ആക്ച്വലി കുറച്ചല്ലേ നമ്മൾ കാണുള്ളൂ, കുറച്ചേ നിങ്ങൾ കാണുള്ളൂ. എന്താ പറഞ്ഞു സാർ? ആക്ച്വലി പറഞ്ഞ ഞാൻ ഫൈനലിസ്റ്റ് ആവുന്ന. ആണോ? 3 പേരിൽ ഞാൻ ഉണ്ടാവണം എന്നൊക്കെ സാർ പറഞ്ഞു. അടിപൊളിയായിരുന്നു. അമൃതനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? അവരോട് ഇല്ലാതെ ഞങ്ങൾ കാണുന്നില്ല. അവരോട് ഒരുപാട് സ്നേഹമാണ്. ഇതിക്കുള്ള എന്താ വേണ്ടേ? നമുക്ക് അടുത്ത മൊമെന്റിലേക്ക് പോവാം. അത് പെട്ടെന്ന് വന്ന സാധനം കേട്ടോ. അതിലൊരു പയ്യനുണ്ട്. സോ അവന് ക്രഷ് ഉണ്ടെന്നുള്ള രീതിയിലാണല്ലോ അങ്ങനെ കൊണ്ടുപോണേ. അവന് ആക്ച്വലി ക്രഷ് ഇങ്ങനെ ജസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ഇങ്ങനെ വെറുതെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ്. പിന്നീട് നമ്മൾ അവനെങ്ങനെ വെച്ച് കളിയാക്കാൻ തുടങ്ങി. അപ്പൊ ചുമ്മാ അവനൊരു ഇതുപോലെ ചുമ്മാ ഇട്ട് കൊടുത്ത സാധനമാണ്. ദലർ മെഹന്തി ഞെട്ടുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ടോ? ആജ് കി രാത്. ആ പോർഷൻ പാടിത്തരാം ഞങ്ങൾക്ക്. ഓക്കെ.
तो क्या इस हुस्न पे फरिश्ते भी फना है, बस दूर से देखिए छूना मना है, छूना मना है. Wow. Thank you. Thank you, Amrita. One last moment. ഇത് കാണുമ്പോ ഗൂസ്ബംസ് വരുന്നുണ്ടാ? ഇത് എനിക്ക് ഒരുപാട് കേരളത്തിൽ നിന്ന് ഒരുപാട് അപ്രിസിയേഷൻസ് വാങ്ങി തന്ന ഒരു പാട്ടായിരുന്നു. കാരണം ആ സമയത്ത് നസ്രിയൊക്കെ മെസ്സേജ് അയച്ചിരുന്നു, അനുപമ ഒക്കെ മെസ്സേജ് അയച്ചിരുന്നു. സോ അങ്ങനെ കുറെ പേരിലേക്ക് എത്തിച്ച ഒരു സാധനമായിരുന്നു, എപ്പിസോഡായിരുന്നു. ഓക്കെ, ആ പോർഷൻ മാത്രം ഞങ്ങൾക്ക് പാടിത്തരും. कुछ हम कुछ तुम हो जाते हैं योग, नैनों से बरसे रिम झिम हम पे प्यार का सावन, शर्म थोड़ी थोड़ी हमको आए तो नजरें झुक जाए, सितम थोड़ा थोड़ा हम पे शोक हवा भी कर जाए, ऐसी चली आंचल उठे दिल में का तूफान उठे, हम तो लुट गए खड़े खड़े, कहना ही क्या ये नैन एक अनजान से जो मिले. താങ്ക് യു. സൂപ്പർ. നമുക്ക് ഈ മലയാളി ആകുമ്പോൾ ചില വേർഡ്സിന് നമുക്ക് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിട്ടൊന്നും കിട്ടൂല. പക്ഷെ അമൃതയ്ക്ക് അങ്ങനെ ആർക്കും പിടികിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ മാക്സിമം കണ്ടസ്റ്റൻസിന്റെ അടുത്ത് എല്ലാം ചോദിക്കും, നമ്മുടെ ടീമിന്റെ അടുത്തൊക്കെ ചോദിക്കും ഇങ്ങനെയാണോ എന്നുള്ളത്. പിന്നെ കുറെയൊക്കെ നമ്മൾ എത്ര ചോദിച്ച് മനസ്സിലാക്കിയാലും ആ മൊമെന്റിൽ നമ്മൾ ലെറ്റ് ഗോ ചെയ്തിട്ടാണല്ലോ പാടുന്നത്. അപ്പൊ ചിലതൊക്കെ അങ്ങനെ ചില മിസ്റ്റേക്സുകൾ വരും. പക്ഷെ മാക്സിമം ആ ഒരു ടൈം പീരീഡിനുള്ളിൽ ഇപ്പൊ ചാറ്റ് ജി പി ടി എടുത്ത് ചോദിച്ചിട്ടാണെങ്കിലും ഫുൾ ആ ലിറിക്സിന്റെ മീനിങ് പഠിക്കും. അപ്പൊ ആ ലിറിക്സിലേക്ക് ഇൻവോൾവ് ചെയ്തിട്ട് പാടാൻ വേണ്ടി ശ്രമിക്കും. പഠിച്ചെടുത്താണ്. നമ്മൾ കാണുന്ന ഈ എപ്പിസോഡിന്റെ പുറകില്, ഒരു പാട്ടിന്റെ പുറകിൽ എന്തോരം ബാക്ക്ഗ്രൗണ്ട് ബിഹൈൻഡ് ദി സീൻ പരിപാടികൾ നടക്കുന്നുണ്ട്. ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഷൂട്ട് ഡേ ഫുൾ ആയിരിക്കുമല്ലോ. ഫുൾ ഡേ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം നമുക്കൊരു ഉച്ചവരെ ചിലപ്പോൾ ഉറങ്ങാൻ കിട്ടും. അത് കഴിയുമ്പോഴേക്കും ഉച്ചയാകുമ്പോഴേക്കും നമുക്കൊരു മീറ്റിംഗ് വിളിക്കും. അപ്പോൾ അടുത്ത ആഴ്ച ഇന്ന ഗസ്റ്റ് ആണ് വരുന്നത് എന്നുള്ളൊരു സംഭവം പറയും. അപ്പോൾ നമുക്ക് ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് അവർ തന്നെ ഒരു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരു സാധനം ചിലപ്പോൾ തരും. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ പാട്ട് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഗസ്റ്റ് മാറുമ്പോഴും മാറും, അല്ലാണ്ടും മാറാം. ചിലപ്പോൾ വേറെ ആക്കാം, പാട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ ഓക്കെ ആ പാട്ട് ലോക്കായി. എന്നിട്ട് പിന്നെ ബാൻഡ് റിഹേഴ്സൽ ഉണ്ടാവും. ഫസ്റ്റ് ഡേ ബാൻഡ് റിഹേഴ്സൽ ഉണ്ടാവും. ദെൻ സെക്കൻഡ് ഡേ ബാൻഡ് റിഹേഴ്സൽ. ദെൻ ടെക്നിക്കൽ ഷൂട്ട്. ടെക്നിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഡേ ഉണ്ടാവും. ആ ടെസ്റ്റിംഗ് ഡേ ഉണ്ടാവും. പിന്നെ ഷൂട്ട് ചെയ്താണ് നമ്മൾ കാണുന്നത്. യെസ്. ഓക്കെ. ഇപ്പൊ മനസ്സിലുള്ള പാട്ട് ഏതാണ് അമൃതയുടെ? ആകായം തീപിടിച്ച നില തൂങ്ങുമാ, നീ ഇല്ലാ നേരമെല്ലാം നെഞ്ചോ താങ്ങുമാ, സളക്കട്ട് ബൊമ്മയ്ക്കൊരു സ്വന്തം യാരുമില്ല, കയ്യ വിട്ട് കാതൽ പോണാൽ കയ്യിൽ രേഖയില്ല, കണ്ണുക്കുള്ള ഇപ്പ കടൽ കസിവത് പാറ്, ഒണ്ണുക്കുള്ള ഒണ്ണ വന്ന് സേര്. സൂപ്പർ. ഈ പാട്ട് മനസ്സിൽ വരാൻ കാരണം ഇപ്പം ഇന്ത്യൻ ഐഡൽ ആവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ അമൃതയെ പോലെ എത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കേൾക്കുന്നുണ്ടാവും. അവരോട് അമൃതയ്ക്ക് എന്താ പറയാനുള്ളത്? ഇന്ത്യൻ ഐഡൽ ആവാൻ വേണ്ടിയിട്ട് അവിടെ പോരുത്. ഓക്കെ. നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ തന്നെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫേസ് ഓഫ് യുവർ ലൈഫ് ആയിരിക്കും അത്. അങ്ങനെ വിചാരിച്ച് എല്ലാ ചലഞ്ചസിനെയും വിൽ ടേക്ക് എന്നുള്ള രീതിയിൽ അങ്ങ് പോവുക. ചിത്ര ചേച്ചിക്ക് ഏത് പാട്ട് പാടിക്കൊടുക്കുന്നു വെച്ചാൽ ഏത് പാട്ട് പാടും? വരുവാനില്ലാരുമെന്നൊരു നാളും ഈ വഴിക്കറിയാം, അതെന്നാലുമെന്നും. എ റഹ്മാൻ ഫോളോ ചെയ്തത് ഒരു പാട്ട് കേട്ടിട്ടാണ്, ബംഗാളി സോങ് അല്ലേ? ആ സോങ് പാടിത്തരാം. ദേഖെ ചോക്കി താക്കെ ഹോയി നിൽനുദിർ ധരെ, বৃষ্টি পায়ে পায়ে তার কি জানো কি না, জলে ভেজা মাঠে আকাশে হাত বাড়ায়, মেঘের আড়ালে বেশি আকাশে রংধনুকে চাই, দেখে চোখে তাকে ওই নীল নদীর ধারে. എന്താ എ റഹ്മാൻ സാർ പറഞ്ഞ?
ഇത് കണ്ടിട്ടൊന്നും പറഞ്ഞില്ല, ഫോളോ ചെയ്തു. അത്രേ ഉള്ളൂ. ഇത് പാട്ട് കൊണ്ട് എനിക്ക് മറുപടി അറിയണം. ഓക്കെ, എപ്പോഴും പാടുന്ന പാട്ട്? എപ്പോഴും പാടുന്ന പാട്ട് അത് മാറിക്കൊണ്ടിരിക്കും, ആഴ്ചയിൽ മാറും. ആണോ? ഇപ്പൊ ഈ ആഴ്ചയിലുള്ളത് പാട്ട്. ഹിന്ദി പാട്ടുകൾ കേൾക്കുമായിരുന്നോ? അത് പല പാട്ടുകളും ചിലപ്പോ അവിടെ എത്തിയിട്ട് ആദ്യമായിട്ട് കേൾക്കുന്ന അങ്ങനത്തെ പാട്ടുകളുണ്ടായിരുന്നു? ആണോ? ആണോ? ഫുള്ള് അങ്ങനെയായിരുന്നോ? കൂടുതലും അങ്ങനെയായിരുന്നു. ഓക്കെ. പോക്കറ്റ് വാലിന്ന് ഒരു വിളിപ്പേരുണ്ട്, ശ്രദ്ധിച്ചായിരുന്നോ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പോക്കറ്റിൽ കൈയിടാൻ പാടി. ലൈക്ക് ഞാൻ ആദ്യത്തെ ഞാൻ പറഞ്ഞ TV ഓഡീഷൻ അല്ല, അതിന് മുന്നേ ഓഡീഷന് പോയി നിന്ന ദിവസവും പോക്കറ്റിൽ കൈയിട്ട പാടി. എനിക്ക് അറിഞ്ഞൂടാ ഞാൻ പാടി. ആ ഡ്രസ്സ് ആവുമ്പോ ആ ഡ്രസ്സ് ചുമ്മാ ഇടുമ്പോ ഒരു സുഖമില്ല. സോ ചുമ്മാ നിൽക്കണ്ട, പോക്കറ്റിൽ കേട്ട് നിൽക്കാനുള്ള. ഓക്കെ, നമ്മളൊരു ഇന്ത്യൻ ഐഡൽ റാപ്പിഡ് ഫയറിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ ഐഡലില് ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ പാട്ടുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞു. ഓക്കെ, അമൃതയുടെ ഏറ്റവും വൈറൽ സോങ്? വാ, ജഡ്ജസ് എല്ലാരും എണീറ്റ് നിന്ന് കൈയടിച്ച പാട്ട്. സൂപ്പർ. കയ്യിന്ന് പോയ പാട്ട്. ഇത് അതിന്റെ വരി ഞാൻ മറന്നുപോയി. ആണല്ലേ? ഓക്കെ. കയ്യിന്ന് പോയി, പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല. ഏതാ? ഡിസ്കോ സ്റ്റേഷൻ ഡിസ്കോ ചോടോ ചോടോ. അതില് ഒരു സ്റ്റാൻസ് തന്നെ 2 പ്രാവശ്യം പാടാനുണ്ടായിരുന്നു. ഞാൻ രണ്ടാമത്തെ സ്റ്റാൻസ് പാടിയില്ല, പക്ഷെ ബാൻഡ് വായിച്ചങ്ങ് പോയി. അതുകൊണ്ട് നമ്മൾ ആരും അറിഞ്ഞു. അത് കേൾക്കുമ്പോൾ നമ്മളിപ്പോ അവിടെ എന്തൊരു സാധനം മിസ്സിംഗ് ഉണ്ടല്ലോ എന്ന് തോന്നും നമുക്ക്. അത് പക്ഷെ അത്രയും നമ്മുടെ ആ ഉള്ളിലുള്ള ആൾക്കാർക്ക്, കണ്ടസ്റ്റൻസിന് പോലും മനസ്സിലായിട്ടില്ല, ജഡ്ജസിന് മനസ്സിലായിട്ടില്ല. പക്ഷെ നമ്മള് കാരണം നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചോണ്ട് ബാൻഡ് മ്യൂസീഷ്യൻസിന് മനസ്സിലാവും. ഓക്കെ. ജഡ്ജസ് ഞെട്ടിയ പാട്ട്? അമൃതയ്ക്ക് കോൺഫിഡൻസ് കൂടിയ പാട്ട്? എല്ലാ എപ്പിസോഡിലും കൂടിയാ വരുന്നത്. എന്നാലും ഞാനൊരു സ്റ്റാറായി, ഇനി എന്നെ പിടിച്ചാൽ കിട്ടൂല. അത് ഏത് എപ്പിസോഡില് ഏത് പാട്ട് പാടിയപ്പോഴായിരുന്നു? അത് തന്നെയാണ്. അപ്പൊ ഓഡിഷനിലെ ആ കോൺഫിഡൻസോട് കൂടിയാണ് ഇറങ്ങിയത് അല്ലേ? അങ്ങനെ അല്ലാതെ ഇപ്പൊ ഒന്ന് പറയാം, അതിപ്പോ ജാനേതോ പാടാൻ നേരത്ത് തൊട്ട് മുന്നത്തെ എപ്പിസോഡിൽ വരി തെറ്റിയില്ലോ. അപ്പൊ വരി തെറ്റിയിട്ട് പിന്നെ അടുത്ത എപ്പിസോഡിൽ വന്ന് നിക്കാന്ന് പറഞ്ഞാൽ കുറച്ചൊരു പ്രഷർ ഉണ്ടാവും നമുക്ക്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതാണെന്ന് പറയാം. ജാനേദോ മുझे जाना है अरे वादा जो किया है वो निभाना है आज किसी से मुलाकात है मेरी कौन है वो. അത് ഞാനിങ്ങനെ ഫുൾ ഓണായിരുന്നു. ആരുടെ വോയിസ് ആയിട്ടാണ് അമൃതയുടെ വോയിസിന് സിമിലാരിറ്റി കൂടുതലുള്ളത് എന്ന് അമൃതയ്ക്ക് തോന്നിയിട്ടുള്ളത്? എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്രാമ്മയുടെ സൗണ്ടായിട്ട് സാമ്യം ഉണ്ടെന്ന് തോന്നിയിരുന്നു ഒരു സമയത്ത്. ഹിന്ദി പാടുമ്പോഴോ? പ്രത്യേകിച്ച് ചിത്ര പാട്ട് പാടുമ്പോ അങ്ങനത്തെ അമൃതയ്ക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ള കമന്റ്സ് ഏതാ? കിട്ടിയിട്ടുള്ളത് ശ്രേയ ഘോഷാൽ, ചിത്ര മാം. പക്ഷെ ദാറ്റ്സ് നോട്ട് എ കോംപ്ലിമെന്റ് അറ്റ് ഓൾ. മാറ്റാൻ ശ്രമിച്ചോണ്ടിരിക്കും. എത്ര മാറ്റി? അടുത്ത പാട്ടിൽ അമൃത തന്നെ ഞെട്ടിയ പാട്ട് ഏതായിരുന്നു? പാട്ട് കേട്ടോ ഒരു എപ്പിസോഡില് ഐ ഡിഡ് ഇറ്റ്, ഏത് സീനായിരുന്നു? അതെല്ലാം എന്നാലും അതിലേറ്റവും കൂടുതൽ ഉണ്ടാവുമല്ലോ. എല്ലാ എപ്പിസോഡിലും മുന്നേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചാലഞ്ചസ് ഉണ്ടാവും. അപ്പൊ ആ ചാലഞ്ച് നമ്മൾ മറികടന്നിട്ട് അവിടെ അതൊന്നും ആർക്കും അറിയില്ല, പല ആൾക്കാർക്കും അറിഞ്ഞൂടാ പല സാധനങ്ങളും. അപ്പൊ അങ്ങനെ വന്നിട്ട് ആ സ്റ്റേജിൽ നിന്ന് പാടി ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് നമുക്കൊരു ഓക്കെ യു ഡിഡ് ഇറ്റ് അമൃത, ആ സാധനം ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അതിപ്പോ ഏതിലാന്ന് ചോദിച്ചാൽ ഈ ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ ഒരു ചാലഞ്ച് പറഞ്ഞത് ഞങ്ങൾക്ക്. ഒരു ചാലഞ്ച് പെട്ടെന്ന് പാട്ട് മാറുക, പനി വരിക, അതിന്റെ ഇടയ്ക്ക് റെസ്റ്റ് ഇല്ലാതെ ഷൂട്ട് വരിക. ഓക്കെ. കോ സിംഗേഴ്സിനെ പറ്റി പറഞ്ഞത് ഞങ്ങൾക്ക്. നിങ്ങൾ തമ്മിൽ ആക്ച്വൽ റാപ്പോ എങ്ങനെയാണ്? ഭയങ്കര കോമ്പറ്റീറ്റീവ് ഒരു എൻവയറമെന്റ് ആയിരിക്കും അവിടെ? കോമ്പറ്റീറ്റീവ് ഒന്നും അല്ല, ഫ്രണ്ട്ലിയാണ്. പിന്നെ എങ്ങനെയാ അവിടുത്തെ എൻവയറമെന്റ് എങ്ങനെയാ? ഇന്ത്യൻ ഐഡൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എല്ലാവരും ആ ഒരു 6 മാസത്തോളം ഒരു ഹോട്ടലിൽ തന്നെയാ. അപ്പൊ ആ ഹോട്ടലിലുള്ള ആൾക്കാർ ഉൾപ്പെടെ ലൈക്ക് ഒരു ഹോംലി ഫീൽ ആയിരുന്നു. നമ്മുടെ ഒരു റുട്ടീൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂമിൽ 2 പേരാ. അപ്പൊ എന്റെ റൂംമേറ്റ്, നമ്മള് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ എല്ലായ്പ്പോഴും റൂമിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ നമ്മള് സ്റ്റെയറിലോ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യും. നമുക്കൊരു പ്രാക്ടീസ് റൂമുണ്ട്, അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണ സമയത്ത് എല്ലാവരും കൂടും. ഫുഡ് കഴിക്കും, നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കും. ചിലപ്പോൾ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് പുറത്തൊക്കെ പോകും. അവിടെ എനിക്കൊരു ഡോഗ് ഫ്രണ്ട് ഒക്കെ ഉണ്ട്. ജഡ്ജസുമായിട്ട് നമ്മൾ കമ്പനി ആവും. അത് ഈ എപ്പിസോഡിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് അത്ര റിലേഷൻ അവരായിട്ട് വരുമോ? ഇൻ ടച്ച് ആണ് അവരായിട്ട്? ഇൻ ടച്ച് വിശാൽ സാറായിട്ട് ഇന്നലെയും കൂടി ഇൻസ്റ്റയിൽ ടെക്സ്റ്റ് ചെയ്തു.
വിശാൽ സാറാണ് കുറച്ചുകൂടി കമ്പനി ആയിട്ടുള്ളത്. ഓക്കെ. ലൈക്ക് നമ്മള് പാട്ടിന്റെ ഇടയ്ക്കൊക്കെ നമുക്ക് വന്ന് സാറിന്റെ കഴിഞ്ഞ കൺസേർട്ടിന്റെ വിശേഷങ്ങൾ പറയാ, അടുത്ത ഷൂട്ടിനെ പറ്റിയിട്ട് പറയാ, അങ്ങനെ ഭയങ്കര കൂടുതൽ കമ്പനി വിശാൽ സാറായിരുന്നു. ഒരു ജഡ്ജ് പോലെ അല്ല. ശ്രേയഘോഷാൽ അത്രക്ക് കമ്പനി അല്ല എന്നല്ല, നമ്മുടെ കണ്ടസ്റ്റന്റ് ഏരിയയിലേക്ക് വരല് കുറവ്, പക്ഷെ അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഒക്കെ പോകുമ്പോ സംസാരിക്കും. നമുക്കൊരു മലയാളി എന്നുള്ള ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു, ഒരു മലയാളി അങ്ങനെ ഉണ്ടായിരുന്നോ ആക്ച്വലി, അതോ അത് എപ്പിസോഡിൽ അങ്ങനെ കൊണ്ടുവരുന്നതാണ്? മലയാളി എന്ന് പറഞ്ഞൊരു സ്നേഹം ഉണ്ടായിരുന്നു. എന്തായാലും മടി പറയാൻ അറിയാണ്ട് മലയാളി എന്നുള്ളൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം എന്റെ വ്യത്യാസമാണോ സ്നേഹമാണോ? കുറെ പേർക്ക് സ്നേഹം ഉണ്ടായിരുന്നു, കുറെ പേർക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. ആണല്ലേ? ഓ, നമ്മൾ സൗത്തിനെ റെപ്രസെന്റ് ചെയ്ത് ഇവിടുന്ന് ഇത്രയും ദൂരം അവിടെ ചെന്ന് മലയാളി, എനിക്ക് മലയാളി ക്രൂനെ കിട്ടി. ലൈക്ക് ഒരു സെക്കൻഡ് എപ്പിസോഡൊക്കെ ആയപ്പോ, തേർഡ് എപ്പിസോഡൊക്കെ ആയപ്പോ ക്യാമറയിൽ ഒരു ചേട്ടൻ വന്നിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിൽ സംസാരിച്ചു. എന്നിട്ട് എനിക്ക് ഒരു ദിവസം എനിക്ക് എന്നിട്ട് പൊതിച്ചോറൊക്കെ കൊണ്ടു തന്നു. കിട്ടില്ലായിരുന്നു. അതായത് അത്രയും ദിവസം നമ്മള് മാറി നിൽക്കുവാണല്ലോ. ഒരു 3 മാസമായിട്ട്, അല്ല 2 മാസമായിട്ട് നമ്മള് അവിടെ ഉണ്ടായിരുന്നു. പല ഓഡീഷനും പല കാര്യങ്ങളൊക്കെ ആയിട്ട് മുംബൈയിലായിരുന്നു. അപ്പൊ ഞാൻ നാട്ടിലേക്ക് വരുന്നില്ല. അപ്പൊ ആ സമയത്ത് നല്ല ചോറും നല്ല പൊരിച്ച മീനും മീൻകറിയും ഒക്കെ കൂട്ടി, അയ്യോ അതൊരിക്കലും മറക്കൂല. ഇത് മലയാളികൾ ഉണ്ടായിരുന്നു എൻ്റെ ഇടയിൽ. പിന്നെ മലയാളികളല്ലാത്ത അതിൻ്റെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന സൗണ്ട് എഞ്ചിനീയർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കമ്പനി ആയിരുന്നു. സോ അവരൊക്കെ ഭയങ്കര കാര്യമാണ്. എൻ്റെ ഹിന്ദി ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. ഞാൻ ഹിന്ദി പറയും, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഹിന്ദി പറയുന്നത്. സോ അങ്ങനെ ഇഷ്ടമാണ്. പിന്നെ മലയാളി മലയാളം വാക്കുകള് പറയിപ്പിക്കുന്ന പല സാധനങ്ങൾ കുറെ കഴിഞ്ഞിട്ടാണ് ശ്രേയ മാമിനെ മനസ്സിലായത്. ഇവക്ക് പറയണമെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പം മാം ഇങ്ങനെ വേറെ ജഡ്ജിനോട് പറഞ്ഞു കൊടുക്കുന്നത്, ഇവക്ക് പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാവില്ല കേട്ടോ, പിന്നെ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കൊടുക്കും ശ്രേയ മാം. എന്നിട്ട് അവര് തിരിച്ചറിഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി ശ്രേയ മാമിന്. ഒരു എപ്പിസോഡില് ജാനേതോന്റെ എപ്പിസോഡിലാന്ന് തോന്നുന്നു, മാം ഇങ്ങനെ കുറേ പ്രൈസ് ചെയ്യുന്നുണ്ട് ഹിന്ദിയിൽ. അപ്പൊ പറയുന്നുണ്ട് ഇത്രയും അവൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് അവളും ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. മിഥുൻ ചക്രവർത്തി പറയുന്നുണ്ടല്ലോ ഹിന്ദി അല്ല മലയാളം ഹിന്ദി തോടാതാണ് അല്ലേ? ഓർക്കുന്നുണ്ടോ ആ സീൻ? പുള്ളി എന്താ പറഞ്ഞത്? പുള്ളി പറഞ്ഞത് മലയാളം അത്ര അറിയില്ലെങ്കിലും പാടുമ്പോ അത് ഫീൽ ചെയ്യൂല, റോക്ക് സ്റ്റാർ അങ്ങനെയൊക്കെ പറഞ്ഞു. പേരൻസിന് ഏത് പാട്ട് പാടി കൊടുക്കും? പേരൻസിന് എൻ്റെ അച്ഛൻ പണ്ട് തറവാട്ടിലിരിക്കുമ്പോ അച്ഛൻ ഈ പാട്ട് പാടുന്ന ടി വിയിൽ വെച്ചിട്ട് ഈ പാട്ട് പാടുന്ന ഒരു ഓർമ്മയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ പാട്ട് പെട്ടെന്ന് ഓർമ്മ വന്നു. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. അമ്മയ്ക്ക് ഇത് ഈ പാട്ട് അച്ഛൻ അമ്മനെ പെണ്ണ് കാണാൻ വന്നപ്പോ അമ്മ പാടിയതാണ്. അമ്മ പാട്ട് മ്യൂസിക്കൽ ഫാമിലി ഒന്നുമല്ല. അമ്മയ്ക്ക് പാട്ട് പാടണൊക്കെ ഇഷ്ടമായിരുന്നു. അമ്മ ഇങ്ങനെ ഡയറിയിലൊക്കെ പാട്ടൊക്കെ എഴുതി വെക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ അമ്മ പാടിയിട്ടുണ്ടെന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞൊരു ഓർമ്മ, പെട്ടെന്ന് അത് ഓർമ്മ വന്നുണ്ട്. അമ്മ പാടിക്കൊടുത്ത പാട്ട് പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ, നീ എന്നെ ഹാരക്കോടി തരൂ, കാണാതെ നിന്നിഴലായി മറയും മദനിന്നുള്ളിൽ കൊടിയേറിയ ചന്ദ്രോത്സവമായി പാലപ്പൂവേ. ഈ പാട്ട് പാടിക്കൊടുത്തപ്പോ അച്ഛൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? അമ്മ പാടിക്കൊടുത്തപ്പോ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അച്ഛൻ അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു കാണും. എന്താണ് ആഗ്രഹം? എന്താണ് മ്യൂസിഷ്യൻ, ആസ് എ പാട്ടുകാരി, ആസ് എ സിംഗർ? ഇപ്പോ ഉള്ള ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഷോസ് ചെയ്യാ. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്ന സ്നേഹം നേരിട്ട് ഏറ്റുവാങ്ങാൻ പറ്റുന്നതിന് ഏറ്റവും നല്ല വഴി ലൈവ് ഷോ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഇൻഡിപെൻഡന്റ് സോങ്സ് ഇറക്കുക. കാരണം ഇൻഡിപെൻഡന്റ് സോങ്സ് ആണ് നമ്മുടെ സെൽഫ് എക്സ്പ്രഷന്റെ ഏറ്റവും ബെസ്റ്റ് വേന്ന്. പിന്നെ ആഗ്രഹിക്കുന്ന ഒരുപാട് കാണണമെന്ന് പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മ്യൂസിഷ്യൻസ് ഉണ്ട്. അവരൊക്കെ മീറ്റ് ചെയ്യുക. അവരോട് എ റഹ്മാൻ, ഓൾറെഡി വീഡിയോ കോളിൽ സംസാരിക്കുക, സന്തോഷ് നാരായണൻ, സലീം സുലൈമാൻ. ഇവരുടെയൊക്കെ പ്രോജക്റ്റുകൾ എത്രയും പെട്ടെന്ന് അമൃതയ്ക്ക് വരട്ടെ. യെസ്. ബെസ്റ്റ് സോങ് ഓഫ് ഇന്ത്യൻ ഐഡൽ 16? हे केसरा सरा सरा जो भी हो सो हो, हमें प्यार का हो आसरा, फिर चाहे जो हो. नौजवानों बात मानो, कभी किसी से न प्यार करना. Super.
താങ്ക് യു അമൃത. താങ്ക് യു. മലയാളത്തിൽ അമൃതയെ കൊണ്ട് പാട്ട് പാടിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്താ ചെയ്യണ്ടേ? വിളിക്കണം, ഞാൻ അപ്പൊ വരും, സ്പോട്ടിൽ വരും. ആണല്ലേ, വെയിറ്റ് ചെയ്യാണ് മലയാള സിനിമയിൽ പാടാൻ. ഓൾറെഡി പ്രോജക്ട്സ് വന്നിട്ടുണ്ടോ? ഞാൻ ഒന്ന് രണ്ട് റിവീൽ ചെയ്യാനായിട്ടില്ല. ആയിട്ടില്ല. ഓക്കെ. പുതിയ ഇറങ്ങാൻ പോകുന്ന ഇൻഡിപെൻഡന്റ് ട്രാക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇൻഡിപെൻഡന്റ് ട്രാക്സ് അപ്പൂപ്പന്താടി, പോണൊരു പോട്ടെ, നാംനില. ഓ, ഇതൊക്കെ ഇറങ്ങാൻ പോവാണോ? എന്നാ ടീസർ തരാൻ പറ്റുമോ ഞങ്ങൾക്ക്? ടീസർ വേണ്ടേ? തരാം. ഓക്കെ, എല്ലാവരും ഒന്ന് പാടട്ടെ. ഓക്കെ, പിന്നെന്താ, ധൈര്യമായിട്ട് പഠിക്കാം. അമൃതയുടെ ഇറങ്ങാൻ പോകുന്ന ഇൻഡിപെൻഡന്റ് ട്രാക്സ് അപ്പൂപ്പന്താടി. ഓക്കെ. കാറ്റത്ത് വാറുന്നൊരപ്പൂപ്പന്താടി പോൽ ഞാനും പറക്കുന്നേ ഇക്കൂട്ടത്തിൽ. കാറ്റത്ത് വാറുന്നൊരപ്പൂപ്പന്താടി പോൽ ഞാനും പറക്കുന്നേ ഇക്കൂട്ടത്തിൽ. എന്തിനെന്നറിയില്ല, ഏതിനെന്നറിയില്ല, എങ്ങോട്ടെന്നറിയില്ല. എന്തിനെന്നറിയില്ല, ഏതിനെന്നറിയില്ല, എങ്ങോട്ടെന്നറിയില്ല. തന്താനേ തകതാനേ തന്താനേ തകതാനേ തന്താനേ തകതാനേ. സൂപ്പർ. ഒരു പാട്ട്. ഫോക്ക് ആണോ? യാ. ഓക്കെ. നാംനില. നാം നില അഴകിയ വാനിலை അതിലൊരു കാർമുകിൽ സിറകും. നാം ഇരുവർ കുളിർ മാർഗഴിയിൽ പുതു ഉണർവുകൾ മഴയന തൂവും. വാ, കത്തും ഈ പാട്ട്, ഉറപ്പാ. അടുത്ത്. ജീവിതമാകെ എല്ലാവർക്കും ഒന്നല്ലേയുള്ളൂ, എല്ലാ രുചികളറിഞ്ഞും അങ്ങനെ ജീവിക്കാന്നേ. യാത്രകളേറെ പോണം, ആരെയും കാത്തു നിൽക്കാതെ പോണ വഴിയെ ആരേലും കാണുന്നേ. പല ജാതി മനുഷ്യരായി കൂട്ടുകൂടാൻ ഇഷ്ടം, അവർ പറയും കഥകൾ കേട്ടിട്ടവരുടെ ലോകം കാണും. ആ ലോകത്താണ്ട് പോയി കാഴ്ചകൾ ഒപ്പിയെടുക്കും. അത് കടലാസിൽ പകരുമ്പോ മനവും ചായം നിറയും. കൂടെ വരുന്നോർ ആ കൂടെ കൂടട്ടെ, ഒന്നോ രണ്ടോ പാട്ടുകൾ പാടിയിട്ടവരും പോട്ടെ. പോട്ടെ പോണാര് പോട്ടെ. ട്രാക്കിന്റെ പേരല്ലേ? ഓക്കെ, താങ്ക് യു വന്നതിന് അമൃത. അപ്പം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഒരു അമൃത ആഗ്രഹിച്ച പോലെ പാട്ടുകൾ പാടി മുന്നോട്ട് പോകാൻ അമൃതയ്ക്ക് പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ് അമൃത.